ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത്, കുറച്ച് ദിവസം മുന്നേ മോനുസ് മദ്രസയിൽ നിന്ന് സിയാറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനന്ന് സുന്നത്ത് നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടോക്കാൻ ഓർക്കരുത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ 4:30 കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മോനുസ് വന്ന് മദ്രസയിൽ നിന്ന് സിയാറത്ത് പോവുകയാണേ. അപ്പോൾ അവനക്ക് 5:30 6 മണീൻ്റെ ഉള്ളിൽ മദ്രസയിലെത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവനക്ക് പോകാണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തയക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ദോശ ചുടാമെന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്ക് നോമ്പ് പിടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനുസിൽ ദോശയ്ക്ക് ഏറ്റവും ഫേവറേറ്റുള്ള സാധനം കേട്ടോ തക്കാളിക്കറി. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് തക്കാളിക്കറി മതി. തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശയും തക്കാളി കൂട്ടാനും ദോശയും അപ്പോൾ അവൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഏത് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അവന് ദോശയും തക്കാളിക്കറിയും അവൻ കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മൾ ദോശ ആണെങ്കിൽ അവനക്ക് പൊടി കൊണ്ടുള്ള ദോശ ഇല്ലേ, അതാണ് കേട്ടോ ഇഷ്ടം. അരി അരച്ച് ദോശ ചുടുന്നതിനെക്കാട്ടി ഇതുപോലെ പൊടി കലക്കിയിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ രാവിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എല്ലാവർക്കും ദോശ തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടി എടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. മാവ് പോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല സോഫ്റ്റാക്കിയിട്ട് മാവ് നല്ല കുഴച്ച് സോഫ്റ്റാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ദോശൻ്റെ പരുവത്തിൽ അങ്ങോട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ ദോശ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ അവിലെയും ചായയും കൂടെ കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കും. അങ്ങനെ കേട്ടോ മിക്കവാറും. അധികം ഞാൻ നമ്മൾ എന്താ പറയുക റോബസ്റ്റ് പഴം കഴിക്കും. ഇന്നിപ്പോൾ എന്തായാലും ദോശ ചൂടണമല്ലോ. അപ്പോൾ ഞാൻ ഒന്നാകെ രാവിലേക്കുള്ള ദോശ അങ്ങനെ അങ്ങോട്ട് ചൂടാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഞാൻ 1-2 ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3-4 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോസൊക്കെ പോയിട്ട് അപ്പോൾ ഫോണൊന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു, ഡൈമ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വോയിസ് ഓവർ മാത്രം കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടത് ഈ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ എടുത്തതാണ്. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ കിട്ടി ഈ വീഡിയോ. മറ്റുള്ള വീഡിയോസൊക്കെ നമ്മളെ ഫോണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫോണിൽ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് MB ആണല്ലോ, ഗ്യാലറി പെട്ടെന്ന് നിറയും ചെയ്യും, ഫോൺ പെട്ടെന്ന് ഹാങ് ആവും ചെയ്യും. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടാണ് ഹാങ് ആയി ഫോണ്. അങ്ങനെ ഉണ്ടാകും കംപ്ലൈൻറ്റ് വന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് പോയിൻ്റെ പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ട് വീഡിയോ ഒക്കെ നല്ല ഒന്ന് ക്ലാരിറ്റിയിൽ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ദോശ ചുടലൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാനിതാ തക്കാളി എടുത്ത് പച്ചമുളക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് തക്കാളിയിലേക്ക് ചേർക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. തക്കാളി എന്ന് പറഞ്ഞാൽ തക്കാളി കറി ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ മുളക് പൊടി ഒന്നും ഇടണില്ല കേട്ടോ. മുളക് പൊടി ഇടണില്ല, കുറച്ച് ഉപ്പിട്ടുകൊണ്ട് പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് തക്കാളി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് വേവിച്ച് ഉടച്ചെടുക്കട്ടെ. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തക്കാളി കറിക്ക്. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണിലേറെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കറി ഇവിടെ റെഡിയാവും. ഇനിയിപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് കഴുകി വെച്ച അതൊക്കെ ഒന്ന് ഞാൻ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ഉണക്കിയത് ആദ്യം തന്നെ കബോർഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അത് ഞാൻ എന്താ പറയുക സ്റ്റാൻഡിലേക്ക് വെക്കാം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ മോനൂസിന് ഫുഡ് കൊണ്ടുപോകാനായിട്ടുള്ള ചോറ്റുപാത്രം ഉണ്ടല്ലോ അതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ അതൊന്ന് ഉണങ്ങിയിട്ട് വേണമല്ലോ അതിലേക്ക് ദോശയൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ദോശയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5:30 ആവുമല്ലോ സുബഹി ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിക്കട്ടെ വിചാരിച്ചു. അതിൻ്റെ ആ ടൈമിൽ ഞാൻ മോണ്ടനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്ക് എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ പോയി വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ദോശയൊന്നും കഴിച്ചിട്ട് പോകണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമല്ല അങ്ങനെ സുന്നത്ത് നോമ്പൊക്കെ എടുക്കുമ്പോഴല്ല നമ്മൾ ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. നമ്മൾ പിന്നെ റമദാൻ മാസത്തിൽ അങ്ങനെയല്ലല്ലോ, സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കണോണ്ട് നമുക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഇത് അങ്ങനെ ദോശ കഴിച്ചിട്ടൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അവിടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ദോശ പിന്നെ മതിയാക്കി പോവാഞ്ഞിട്ട് പിന്നെ അത് മോണ്ടർക്ക് ഞാൻ കൊടുത്തുവിട്ട ദോശ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് ആ കപ്പില്ലേ, ആ കപ്പിന് ഞാൻ 2-3 കപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ അങ്ങനെ കുടിച്ചു. പിന്നെ ഇതാ ഞാൻ ഓറഞ്ചൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ മോണ്ടൻ്റെ അടുത്തുണ്ട് കേട്ടോ. മോണ്ട എന്തൊക്കെയോ പറയുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടോ, അവരെന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ കപ്പിനാണ് ഞാൻ വെള്ളം കുടിച്ചത്. ഞാൻ എണീറ്റതിന് ശേഷം 3 കപ്പിട്ട ഞാൻ കപ്പ് വെള്ളം, അത്യാവശ്യം വലിയ കപ്പ് തന്നെ ഇട്ടാൽ. അപ്പോൾ വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം നമ്മൾ നല്ല കുടിക്കണമല്ലോ. ഇപ്പോൾ നല്ല ചൂടായി വരുന്നുണ്ടല്ലോ പകലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ നിസ്കരിക്കാം കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചു. അതിനുശേഷം സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിച്ചതിന് ശേഷം ഞാൻ പിന്നെ മോനൂസിനെ വിളിച്ചത് കേട്ടോ. അപ്പോൾ മോനൂസിന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുന്നേ കാലിന് ഒരു മുറിവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലിന് മുറിവ് പഴുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പറഞ്ഞു പോകണ്ട, സിയാറത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനക്ക് പോകാൻ വേണം, പിന്നെ മക്കളെ സന്തോഷമല്ലേ. അപ്പോൾ കുറേ ദിവസം മുന്നേ പറഞ്ഞേ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മദ്രസയിൽ നിന്ന് സിയാറത്ത് പോകും. അതിൻ്റെ ഇടയിൽ നിന്ന് സ്കൂൾ ടൂർ പോയിന്ന്. അപ്പോൾ അന്ന് പറഞ്ഞയച്ചിട്ടുണ്ടില്ല. അപ്പോൾ അന്നേ പറയുന്നുണ്ട് മദ്രസയിൽ നിന്ന് ഞാൻ എന്തായാലും പോകുന്നുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും. കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കാനുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതാ ഈ ഡ്രസ്സ്, ഓനക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാച്ചും ഗ്ലാസും എല്ലാം, തൊപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തോർത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ബാഗൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവന് കുളിയും പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്യാണ്. പിന്നെ ഞാനിതാ പിന്നെ പാത്രത്തിൽ ദോശയും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാഗൊക്കെ എടുത്തൊക്കെ വെച്ചു. അപ്പോൾ മോനൂസ് സിയാറത്ത് പോണ സന്തോഷം കൊണ്ട് രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിക്ക് അലാറം അടിക്കുന്ന ടൈമിലൊക്കെ മൂപ്പര് ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റിപ്പോൾ ഞാൻ പറഞ്ഞ ടൈമായിട്ടില്ല, കിടന്നു പറഞ്ഞിട്ട് പിന്നെ ഉറക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണർന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ, നമുക്ക് എവിടേക്കെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് രാത്രി കിടന്നാൽ മനസ്സിന് എന്താ പറയുക, നമ്മൾ ഉറങ്ങിപ്പോവോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത് മോനൂസാരും ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഓന് ബാഗിൽ ഓറഞ്ചും എല്ലാം അവൻ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പുറത്തെടുത്തിട്ട് ഒന്നുകൂടി ഡ്രസ്സൊക്കെ ക്ലിയർ ആയിട്ട് നല്ല ഇതിൽ വെച്ചെടുത്ത് നീറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ അവൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ നിസ്കരിക്കാട്ടെ. നിസ്കരിച്ചപ്പോൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ അവനക്ക് ഉച്ചയ്ക്ക് കുടിക്കാനുള്ള ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ ബാഗിൽ ഓരോ കവറിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അവൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സമയം 5:50 ആയിട്ടുള്ളൂ. അപ്പോൾ അവനെ കൊണ്ടൊക്കെ എടുക്കും. പക്ഷേ 6:30 മദ്രസയിൽ നിന്ന് പോകുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാലിന് മുറിവായിട്ട് ഷൂ അങ്ങനെ ഇടണ്ടാറിന്. പിന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷൂ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടിക്ക്. പിന്നെ കുറേ മുന്നേ പറഞ്ഞ് നടന്നിരുന്നു ഞാൻ ഇന്ന ഡ്രസ്സ് ഇടും പിന്നെ ഷൂ ഇടും അങ്ങനെയൊക്കെ. പക്ഷേ കാലിലെ മുറിവ് ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ ഷൂ ഒന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ മോനൂസിൻ്റെ പോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രം കഴുകാനും ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോണ്ടന് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് 8 മണിക്കാണ് ട്യൂഷൻ കേട്ടോ. അപ്പോൾ അവന് പോകുമ്പോഴത്തേന് ഞാൻ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. സ്റ്റൗ തുടങ്ങി നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന പിന്നെ ആ റോളില്ലായിരുന്നോ, പിന്നെ എന്താ പറയുക പേപ്പർ ക്ലോത്ത് അത് വെച്ചിട്ട് ഞാൻ നമ്മൾ സ്റ്റൗവിൽ എന്താണ് അതിൻ്റെ അടുത്തുള്ള എണ്ണൻ്റെ ബോട്ടിലും പിന്നെ നമ്മൾ കെറ്റിൽ ഇതിലൊക്കെ ഇങ്ങനെ എണ്ണ തെറിക്കുമല്ലോ, അപ്പം ചെറുതായിട്ടൊക്കെ ഉള്ളു. അപ്പോൾ അതൊക്കെ ഞാൻ അതായിട്ടാണ് തുടച്ചെടുത്തു. പിന്നെ സ്റ്റൗവിലുണ്ടായിരുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ അതായിട്ടാണ് വൈപ്പ് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ ക്ലോത്ത് വെച്ചിട്ട് നല്ലൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടക്കുമ്പോൾ നമ്മൾ പിന്നെ എണ്ണയൊക്കെ അതിൽ പേപ്പറിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലോത്ത് വെച്ചിട്ട് നല്ലൊന്ന് തുടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് മുന്നിലേക്ക് കല്യാണം ഉണ്ട്. അപ്പോൾ ഒരു കല്യാണത്തിന് അങ്ങനെ പോകും. അപ്പോൾ ഞാൻ പിന്നെ നല്ലൊന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമാണല്ലോ പിന്നെ കിച്ചണിലൊക്കെ നമ്മൾ വരും.
അപ്പോൾ അങ്ങനെ സ്റ്റവും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിട്ടോ. അപ്പോൾ ഞാൻ 3 ദിവസം ഫുഡ് കഴിച്ചതിന് പാത്രം മാത്രമുള്ള എന്നിട്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു. പിന്നെ അവിടുത്തെ കൗണ്ടർ ടോപ്പ് നല്ലോണം തുടച്ച് ഒരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒഴിച്ചിട്ട് നല്ലൊന്ന് ക്ലീനാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനത് തുടയ്ക്കാൻ വിചാരിച്ചിട്ട് നല്ലൊന്ന് അടിച്ചു വാരിയിടാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിതാ വലിയൊരു പണിയുണ്ട് കേട്ടോ. വലിയ പണി മീൻസ് എനിക്ക് ചെറിയ പണി തന്നെയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ പണിയാണ് കേട്ടോ. കാരണം പിന്നെ ഡ്രസ്സ് മടക്കലാണ്. ഇപ്പോൾ 2-3 ദിവസത്തെ ഡ്രസ്സ് മടക്കാൻ ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നും കൂടെ മടക്കിയിട്ടില്ലെങ്കിലേ ഇനി നാളൊക്കെ അത് കൂടും ചെയ്യും. പിന്നെ ആണെങ്കിൽ രാത്രി എന്തായാലും നമുക്ക് നോമ്പ് തുറന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി മടക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനത് ഈ കയ്യാൽ തന്നെ അങ്ങോട്ട് മടക്കി പിന്നെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ എടുക്കുന്ന ജോലിയിൽ ഏറ്റവും എനിക്ക് പണിയുള്ള ഏറ്റവും കൂടുതൽ ഞാൻ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമായിട്ട് ഈ ഡ്രസ്സ് മടക്കാന്ന് വെച്ചാൽ, അപ്പോൾ മടക്കാൻ എനിക്ക് കുറേ ടൈം വേണം. പിന്നെ നമ്മൾ ഏത് ഡ്രസ്സായാലും ഇപ്പോൾ സാധാ വീട്ടിലിടുന്ന ഡ്രസ്സായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സായാലും ഞാൻ എല്ലതും ഒരുപോലെ തന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് മടക്കലട്ടാ. അപ്പം എൻ്റെ അനിയത്തിക്ക് എപ്പോഴും ഒരു പറച്ചിലാണ്, ചേച്ചി ഇങ്ങനെ മടക്കിയിട്ടാണ് എനിക്ക് കുറേ ടൈം എടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ സാധാരണ ഇടുന്ന ഡ്രസ്സൊക്കെ എന്ന് നമ്മൾ എടുക്കുന്ന ഡ്രസ്സൊക്കെ എന്താ ചേച്ചി ഇങ്ങനെ മടക്കി വെക്കണേ അങ്ങനെ അങ്ങനെയൊക്കെ പറയട്ടെ. പക്ഷേ എനിക്ക് അങ്ങനെ മടക്കി വെച്ചാൽ അൽമറയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഇതാണല്ലോ, കാണാൻ മനസ്സിന് സമാധാനം, നല്ല ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമല്ലേ കാണാൻ. അപ്പം ഞാൻ ഏത് ഡ്രസ്സായാലും നമ്മൾ സാധാ പിന്നെ എന്താണ് ടെക്സ്റ്റൈൽസിലൊക്കെ മടക്കണ പോലെ അങ്ങനെ തന്നെ ഉണ്ടാകും മടക്കി വെക്കൽ. പിന്നെ അപ്പോൾ മക്കളതൊക്കെ പിന്നെ കുഞ്ഞിരാനൊക്കെ കുറേ കാങ്ങറിൽ കൊളുത്തിടാനുള്ളവും അൽമറയിൽ. മക്കളുടെ ഡ്രസ്സ് പുതിയതൊന്നും ഞാൻ മടക്കി വെക്കൂല കേട്ടോ, അങ്ങനെ ആകെ ഇതിടലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാനിത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതാത് സ്ഥാനത്ത് എടുത്തൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നറുകളൊക്കെ ഇതുപോലെ ബോക്സിലാണ് കേട്ടോ ആക്കി അൽമറയിൽ വെക്കൽ. അപ്പോൾ നമുക്ക് എടുക്കാൻ സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എല്ലാ ഡ്രസ്സുകളും ഞാൻ മടക്കി അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയിലേക്ക് നോമ്പ് തുറക്കുന്ന സമയത്തല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങിപ്പോയിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കണത് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.